എന്താ നിങ്ങൾ സാധാരണ ദോശ പാനിൽ ഇതുപോലെ ഒരു ദോശ എടുത്തതിന് ശേഷമാണോ അടുത്തയിലേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലേ. ആ സമയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ചൂട് നല്ല ദോശ ഉണ്ടാക്കാം. ബിഗ് നോൺ സ്റ്റിക് തവയാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. 12 കാവിറ്റി അപ്പപാത്രവും 8 കാവിറ്റിയുടെ ഇഡ്ലി റാക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വലിയ ദോശ ആയിക്കൊള്ളട്ടെ, ചെറിയ ചെറിയ ദോശകൾ ആയിക്കൊള്ളട്ടെ, എല്ലാം തന്നെ ഹോട്ടൽ ടൈപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നോർമൽ ദോശ മാത്രമല്ല, ഇതുപോലെ തന്നെ മസാല ദോശ ആയിക്കോട്ടെ, ഊത്തപ്പം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പാൻകേക്ക് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമാകുന്നു. ഇനി റവ ദോശ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡെഫിനറ്റ്ലി ഉണ്ടാക്കാം. 3 ലെയറിന്റെ നോൺ സ്റ്റിക് കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടി കരിഞ്ഞു പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. വലിയ ദോശ ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. മസാല ദോശ ആയിക്കോട്ടെ, ഗീ ദോശ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള റോസ്റ്റ് ദോശകളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ദോശകൾ എത്ര തരത്തിലുള്ളതാണല്ലേ. അതുപോലെ തന്നെ ചപ്പാത്തി പോലും നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ 4 എണ്ണം പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. ഈ ഒരു ഉണ്ണിയപ്പ പാത്രത്തിൽ 12 കാവിറ്റികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഉണ്ണിയപ്പവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പനിയാരം പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വ്യത്യസ്ത ടേസ്റ്റി ആയിട്ടുള്ള പനിയാരങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അറിയാമോ? തീർച്ചയായിട്ടും ഇതിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നോൺ സ്റ്റിക് ആണ് മറ്റൊരു സവിശേഷത. ഇഡ്ലി റാക്ക് 2 തട്ടുകളിലായിട്ട് 8 കാവിറ്റികളാണ് വന്നിരിക്കുന്നത്. അറ്റ് എ ടൈമിൽ 8 ഇഡ്ഡലികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ലി മാത്രമല്ല കേട്ടോ, സ്റ്റീം കേക്ക്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. ഈ ഒരു ഹോൾ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ കിച്ചണിൽ വേണമെങ്കിൽ ഞങ്ങളുമായി വേഗം തന്നെ ബന്ധപ്പെടും. വലിയ നോൺ സ്റ്റിക്കിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തവയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അപ്പപാത്രം, അതായത് ഉണ്ണിയപ്പ ചട്ടിയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഇഡ്ലി റാക്കുമാണ് കിട്ടാൻ പോകുന്നത്. 1499 രൂപയ്ക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. ബിഗ് ദോശ തവയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നോൺ സ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പ പാത്രം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. 12 കാവിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇഡ്ലിയോടുകൂടി 8 കാവിറ്റിയുടെ ഇഡ്ലി സ്റ്റാൻഡ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു വലിയ ബിഗ് ദോശ തവാല നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. നല്ല പേപ്പർ ദോശ പോലെ ഹോട്ടൽ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല വലിയ ദോശകൾ മീത്തും ഇതുപോലെ നല്ല മുറുകലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന്റെ മേലെ നെയ്യ് ഒഴിക്കണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, ബട്ടർ ഒഴിക്കണമെങ്കിൽ ബട്ടർ ഒഴിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക്. തീർച്ചയായിട്ടും മസാല ദോശ, ഗീ റോസ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം ഊറും അല്ലെ. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായകമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് 4 ദോശ ഉണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണോ, ചെറിയ ചപ്പാത്തികൾ ഉണ്ടാക്കണോ, വലിയ ഊത്തപ്പം ഉണ്ടാക്കണോ, സാധ്യമാണ്. എല്ലാം തീർച്ചയായും ഇതുപോലെ ഡാൻസിങ് ദോശ ഉണ്ടാക്കാം. കാരണം നമുക്ക് ഇതുപോലെ ഓയിൽ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വലിയ ദോശ തവയാണ്. സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലെ ചെറിയ ഒരേ ഒരു ദോശ തവാല് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഇവിടെ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ 4 ദോശയാണ് ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ 4 ദോശ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ബേക്കിലേക്ക് ഹാൻഡിലാണ്. ഇതുപോലെ ഉത്തപ്പൊക്കെ നമുക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ഇതിനോടൊപ്പം വേറെ എന്താണ്? തീർച്ചയായിട്ടും മുണ്ടിയപ്പ പാത്രമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ലിഡാണ്. കൈ ഒന്നും പൊള്ളി പോകുന്നുള്ള പേടി വേണ്ട. ഒന്നല്ല രണ്ടല്ല 12 കാവിറ്റീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാണിക്കാനായിട്ട് പോവാണ്. ഒന്നും തന്നെ അടി കരിഞ്ഞ് പിടിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോൺ സ്റ്റിക് ആണ് മറ്റൊരു. തീർച്ചയായും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇഡ്ലി റാക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് മിതു അല്ലെ. ഊതിയിട്ട് ഇങ്ങനെ എടുക്കുക റജുന. അപ്പൊ 8 എന്താ പറയാ കുഴികളാണ് ഇതിൽ വന്നിരിക്കുന്നത് അല്ലെ. 8 കുഴികളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന പോലത്തെയാണ്. അപ്പൊ ഈ ഒരു ഇഡ്ഡലി നമുക്ക് വളരെ അനായാസം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ മീത്തു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തരയായിരിക്കും? മാർക്കറ്റിൽ പോയി ഒരുപാട് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള 1499 രൂപയ്ക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ബിഗ് ആണ്. വലിയ ദോശ കല്ലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ണിയപ്പ പാത്രം ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകളുണ്ടാവും. നമുക്ക് ഇനിയിപ്പോ എന്തോത്തിനാ നാത്തോളം നമ്മൾ മേടിക്കുന്നത്? ഇനിയിപ്പോ നമുക്ക് മാർക്കറ്റിൽ പോയാൽ മേടിച്ചൂടെ? ഒരെണ്ണത്തിന് എന്തിനാ നമ്മൾ ഇത്രയും രൂപ കൊടുക്കുന്നത്? നമ്മൾ ഒരെണ്ണത്തിന് മാർക്കറ്റിൽ പോയാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 3 പ്രോഡക്റ്റുകളാണ് 1499 രൂപ എന്ന തുച്ഛമായ പ്രൈസ് സ്വന്തമാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇഡ്ഡലി സ്റ്റാൻഡ് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് നല്ല ഇഡ്ഡലിയോ ഇടിയപ്പോ ഒക്കെ തന്നെ ഉണ്ടാക്കാം. നമുക്ക് തവ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മീനായിരുന്നാലും ശരി, ഇതുപോലെ നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, പിന്നെ പൊറോട്ട നമുക്ക് ചൂടാക്കി പത്തിരി എടുക്കുന്ന സമയത്തായിരുന്നാലും ശരി, ഏത് തരം കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ മാർക്കറ്റിൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് ഒന്ന് കാശ്. തീർച്ചയായിട്ടും വലിയ ദോശ പാനിന് നമുക്ക് 1275 രൂപയാണ്. ഉണ്ണിയപ്പ ചട്ടിക്ക് 699 രൂപ. എല്ലാം കൂടെ ചേർത്ത് 1974 രൂപ. ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ലാഭിക്കുന്നത്? 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ എന്താണ് ലഭിക്കുന്നത്? അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ഇഡ്ഡലി നമുക്ക് ഇതുപോലെ റാക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക ക്വാളിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. വലിയ നമുക്ക് ദോശ തവ ആയതുകൊണ്ട് ഇപ്പൊ 4 പത്തിരി 5 പത്തിരിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ചപ്പാത്തി
ചപ്പാത്തി ഒക്കെ ചെറിയ സൈസിലാണെങ്കിൽ 4 ചപ്പാത്തി നമുക്ക് ധാരാളം ഉണ്ടാക്കാൻ സാധിക്കുന്നു, പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ തവ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ലാണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഡിഷ് ആയിരുന്നാൽ പോലും ഈ ഒരു തവയിൽ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, പനിയാരൊക്കെ നല്ലോണം. ഉണ്ണിയപ്പത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പനിയാരം നമുക്ക് ഇതുപോലെ തന്നെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കിച്ചൺ ക്യൂൻ പോലൊരു മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓംലേറ്റ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ നല്ല റൗണ്ട് ആയിട്ട് ഈ ഉള്ളിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ ഉണ്ണിയപ്പ പാത്രത്തിൽ ഉണ്ണിയപ്പം കൈൻഡ് ഓഫ് ഓംലേറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും കുഞ്ഞുതായിട്ട് ഇതുപോലെ എന്താ പറയുക റൗണ്ട് ഷേപ്പിലുള്ള നമുക്ക് എന്താ പറയുക ഓംലേറ്റ് എന്തായാലും ഉണ്ടാക്കുന്നത് അത് തന്നെ എഗ്ഗ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ബീറ്റ്റൂട്ട് ഒക്കെ നമ്മൾ അരച്ചിട്ട് മാവിനകത്ത് ചേർത്തിട്ട് ഇതുപോലെ വ്യത്യസ്ത കളറുകളിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു. കാരണം കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ കേക്ക് പോലെ എന്തെങ്കിലും മഫിൻ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ റവ ഇഡ്ഡലി ആയിരുന്നാലും സാധാരണ ഇഡ്ഡലി ആയിരുന്നാലും ശരി വ്യത്യസ്തമായിട്ടുള്ള ഇഡ്ഡലി എല്ലാം നമുക്ക് ഈ ഒരു ഇഡ്ഡലി റാക്കിലൂടെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇഡ്ഡലി റാക്കിൽ തന്നെ ഒരുപാട് സ്റ്റീം കാര്യങ്ങൾ നമുക്ക് മോമോസ് സ്റ്റീം ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കണം, ഈശപ്പം ഉണ്ടാക്കണം, അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കണം. എല്ലാത്തിനും സാധ്യമാണ്. 1499 രൂപയ്ക്ക് ബിഗ് നോൺ സ്റ്റിക് തവ, അതിനോടൊപ്പം തന്നെ ക്യാവിറ്റിയുള്ള 12 ക്യാവിറ്റിയുള്ള ഉണ്ണിയപ്പ പാത്രവും അതുപോലെ തന്നെ 8 ക്യാവിറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഇഡ്ഡലി റാക്കുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല, വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ്. നമ്മൾ ഓരോ സമയത്ത് ദോശ നമ്മൾ ചൂടോടുകൂടിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഓരോ സമയത്തും ഓരോന്ന് ചുട്ടെടുത്തിട്ട് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിന്ന് എത്ര സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവുന്നുള്ള കാര്യം നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ. പക്ഷേ ഒരേ സമയത്ത് 4 ദോശ ഉണ്ടാക്കാം ഒറ്റയടിക്ക്. അതായത് ഒരു പ്രാവശ്യം 4 പേർക്ക് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയടിക്ക് ഒരാൾക്ക് 4 എണ്ണം ഉണ്ടാക്കി കൊടുത്തൂടെ എന്ന് ആലോചിക്കുക. സമയം ലാഭിക്കുക, അതുപോലെ തന്നെ ഗ്യാസും നിങ്ങൾക്ക് ലാഭിക്കുക. ഒരുപാട് പേര് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാലും വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ്. തീർച്ചയായും എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, പത്തനംതിട്ട ആയിക്കോട്ടെ, വൈക്കം ആയിക്കോട്ടെ, ഏത് ജില്ലയായിരുന്നാലും നിങ്ങളുടെ വീട്ടിലെ ഇനി വലിയ ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഗ്യാസ് നമുക്ക് ഇതുപോലെ നമുക്ക് എന്താ പറയുക ഒരു അറ്റ് എ ടൈമിൽ നമുക്ക് 4 എണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അറ്റ് എ ടൈമിൽ ഗ്യാസ് സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ണിയപ്പം പാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉണ്ണിയപ്പം പനിയാരം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഹൈജീൻ ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഇഷ്ടം പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നോൺ സ്റ്റിക്കിലായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഓയിൽ ഫ്രീ ആയിട്ടും ഹൈജീൻ ആയിട്ടും അതിനോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 57% ഡിസ്കൗണ്ടിൽ 1499 രൂപയ്ക്ക് എല്ലാവർക്കും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ സഹായകമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്. നമ്മൾ എന്നും എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു ദോശ പാനിൽ അല്ലെങ്കിൽ ഒരു ദോശ പാനിൽ ഒരേ ദോശ ഉണ്ടാക്കി മടുത്തവരാണ് ചേച്ചിമാരെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഷോ നിങ്ങൾക്കുള്ളതാണ്. ആലോചിക്കുക, 1499 രൂപ ബിഗ് ദോശ പാൻ അല്ലെങ്കിൽ ബിഗ് ഏറ്റവും മനോഹരമായിട്ടുള്ള വലിയ രീതിയിലുള്ള കോട്ടിംഗ് ഉള്ളതാണ് വന്നിരിക്കുന്നത്. ആലോചിച്ച് സമയങ്ങളുടെ കാര്യമില്ല, വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യും. തീർച്ചയായും വേഗം തന്നെ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റുമായിട്ടാണ് വെറും 1499 വലിയ ദോശ പാനുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നോൺ സ്റ്റിക് ആയിട്ടുള്ള ദോശ പാനും അതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പ ചട്ടിയും അതുപോലെ തന്നെ 8 ക്യാവിറ്റിയുള്ള ഇഡ്ലി റാക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വലിയ ദോശ തവ, അതിനോടൊപ്പം സ്പാച്ചിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12 ക്യാവിറ്റിയുടെ ഉണ്ണിയപ്പ പാത്രവും വിത്ത് ലിഡുമാണ് വന്നിരിക്കുന്നത്. 8 ക്യാവിറ്റിയുടെ ഇഡ്ലി സ്റ്റാൻഡാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആഹാ, ചൂട് പറക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ല ആവി പറക്ക ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വാവ്, അടിപൊളിയായിട്ടുള്ള ദോശയും ഇതുപോലെ മസാല ദോശ, പൊടി ദോശ, ബട്ടർ ദോശ, നെയ് ദോശ എന്തൊക്കെ വേണം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തിനാണ് നിങ്ങൾ പുറത്തു പോയൊക്കെ കഷ്ടപ്പെടുന്നത്? ചുമ്മാ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ഉണ്ടാക്കാൻ തോന്നുന്നെങ്കിൽ എളുപ്പപടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൊടിഞ്ഞു പോകും, പക്ഷെ നമുക്ക് ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊടിയാത്ത ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. സാധാരണ ഇതുപോലെ ഒരേ ഒരു പാനിൽ ഒരേ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 4 എണ്ണം നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ട് വലിയ വലുപ്പമാണ് ഇത്. ഇതുപോലെ നമുക്ക് നോക്കിയാൽ ഒരു പൊറോട്ട എന്ന് പറയുന്നത് നല്ല വലിയ വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പ പാത്രമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ലിഡാണ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് 12 ക്യാവിറ്റിയാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഹാൻഡിൽ വരുന്നുണ്ട്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം. അതിനുശേഷം നോൺ സ്റ്റിക് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുപോലെ സ്റ്റിക്ക് ചെയ്ത് പിടിച്ചിട്ടില്ല. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും. അപ്പൊ ഈ ഒരു പാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്? ഇഡ്ലി സ്റ്റാൻഡാണ് കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഊതിയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം കയ്യിൽ പെട്ടിട്ട് കൈ പൊള്ളി പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം വരുന്നില്ല. എപ്പോഴും ഇഡ്ലിയൊക്കെ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കുക. 4 എണ്ണം നമുക്ക് നോക്കുകയാണെങ്കിൽ അറ്റ് എ ടൈമിൽ 8 ഇഡ്ലി നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ എഗ് ഒക്കെ നമുക്ക് എന്താ പറയുക ഓംലേറ്റ് ഇടുന്നത് അല്ലാതെ ഇതുപോലെ നമുക്ക് ഉണ്ണിയപ്പ പാത്രത്തിനകത്ത് ഒരു വെറൈറ്റിക്ക് അങ്ങോട്ടൊന്ന് ട്രൈ ചെയ്തു. ചാലക്കുടിക്കാരെ വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഇരിങ്ങാലക്കുടക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. വെങ്ങന്നൂരുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുൻതാനക്കുഴിക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. വളരെ തുച്ഛമായ പ്രൈസിൽ നിങ്ങൾക്ക് നിന്ന് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു. മാർക്കറ്റിൽ പോയിട്ട് ഒരു ഇഡ്ലി കുട്ടം അല്ലെങ്കിൽ ഇഡ്ലി തട്ട് മേടിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ എത്ര രൂപ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നാട്ടുൾ മലയാളത്തിലാണ് എല്ലാം കൂടെ കൂട്ടി കിഴിച്ച് നോക്കിയിട്ട് നമ്മൾ നിങ്ങൾക്കായിട്ട് ഫാക്ടറി പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന 57% ഡിസ്കൗണ്ടിൽ 1499 രൂപ മാത്രമാണ്. മട്ടന്നൂരുകാർ, പന്തളംകാർ, അതുപോലെ തന്നെ ആലുവക്കാര്, കരുതാകപ്പള്ളിക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള
കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് ഫിഷിലെ തവയാണെന്ന് തോന്നുന്നത്, തവ ഫിഷ് ആണെന്നാണ് എനിക്കൊരു അഭിപ്രായം. എന്തായിരുന്നാലും എന്താ, മീൻ തവയിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ഉണ്ടാക്കിയാലും ഇത് നമുക്ക് നല്ല അടിച്ചു പൊളിക്കാൻ കട്ട്ലറ്റ് ഉണ്ടാക്കും. പക്ഷെ മാർക്കറ്റിൽ ഒരു തവയ്ക്ക് വലിയ തവയ്ക്ക് 1275 രൂപ, ഉണ്ണിയപ്പ പാത്രത്തിൽ 690, ടോട്ടൽ 1979 രൂപ. അത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാത്തോൾ മലയാളത്തിൽ 1499 രൂപയാണ്. അതെ, വെറും 1499 രൂപയ്ക്കായിട്ടാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. 1974 രൂപ നമ്മൾ മാർക്കറ്റിലും. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷെ നോൺ സ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് ഡൗട്ട് ഉണ്ടാവും. ഇതുപോലെ പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കാൻ നോക്കിയിട്ട് പോലും ഒരിക്കലും നിങ്ങൾക്ക് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നോൺ സ്റ്റിക് ആണ്. തീർച്ചയായിട്ടും. മാത്രമല്ല ചീസ് ഒക്കെ ഇട്ട് കാണിക്കുന്നത് ആ ഒരു സെൻസിൽ മാത്രം നമ്മുടെ കസ്റ്റമേഴ്സ് എടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെ എന്താ പറയാ നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ആയിട്ട് പിടിക്കുന്നില്ല എന്ന് കാണിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും ഡൗട്ട് കാണിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ക്വാളിറ്റി. നമുക്ക് എല്ലാവർക്കും ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യത. വലിയ ഓംലേറ്റ്, ഇത്രയും വലിയ ഓംലേറ്റ് കണ്ടപ്പോ മീത്തുവിന്റെ വായിൽ കപ്പലോടുന്ന് കണ്ടല്ലോ. ഇതുപോലെ അതിശയിക്കും നിങ്ങൾ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇതുപോലെ വലിയ വലിയ ഓംലേറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വലിയ വലിയ ഒരു ചെറിയ നിങ്ങൾ ഒരു ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാരായിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ നല്ലോണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ദോശ തവയിൽ നമുക്ക് എന്ത് ദോശയായിരുന്നു ശരി, അതന്നെ തവയിനകത്ത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പം ഇഡ്ലി റാക്ക് നമുക്ക് ഇഡ്ലി മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് വലിയ ദോശ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ എന്തൊക്കെ എനിക്കറിഞ്ഞത് ഏകദേശം പത്തിരി ഉണ്ടാക്കാനും പൊറോട്ടയും ചപ്പാത്തിയും ദോശയിൽ വെറൈറ്റി ഒരേ ഒരു പ്രാവശ്യം റെജുവിന്റെ 4 പത്തിരി നിങ്ങൾ കഴിക്കുമെന്ന് വിചാരിച്ചു. ഒരേ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലെ. തീർച്ചയായിട്ടും. ഇതപ്പോ ഒരാൾ രണ്ട് വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് രണ്ട് പത്തിരി ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരാൾക്ക് തന്നെ കൊണ്ടുവച്ചിട്ട് ഒരാൾ വായി നോക്കിയിരിക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. 4 ദോശ അല്ലെങ്കിൽ 4 ചപ്പാത്തി, 4 പിസ്സ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച സമയങ്ങളുടെ കാര്യമില്ല. വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ നിങ്ങൾ ടി വി വെച്ചത്. 1499 രൂപയ്ക്ക് വലിയ നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ വലിയൊരു തവയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച സമയങ്ങളുടെ നിങ്ങൾ ഇപ്പോഴും ചെറിയ തവയിൽ ഓരോ ദോശയായിട്ട് ഹസ്ബൻഡ് കൊടുത്തിട്ട് വായിരിക്കുന്നത് കേൾക്കുന്ന ചേച്ചിമാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെ ഫോൺ എടുക്കുക, താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇത് ഹ്യൂജ് കോംബോ ഇപ്പൊ തന്നെ സ്വന്തം. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കോംബോയ്ക്കായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ വലിയ വലിയ ദോശകൾ അറ്റ് ടൈമിൽ 4 എണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് സമയം ലാഭിച്ചെടുക്കാൻ സാധിക്കുന്നു. ഓരോരോ തവണ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഓടേണ്ട ആവശ്യമേ വരുന്നില്ല. അറ്റ് ടൈമിൽ 4 ഉത്തപ്പമായിരുന്നാലും ശരി, ചെറിയ ചെറിയ ദോശകളായിരുന്നാലും, വലിയ പേപ്പർ സൈസിലുള്ള നമുക്ക് ഇതുപോലെ പേപ്പർ ദോശ ആയിരുന്നാലും ശരി, മസാല ദോശ, റവ ദോശ ആയിരുന്നാലും ശരി, ഓണിയൻ ദോശ, എങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു. ഡെയിലി നമ്മൾ ഒരേപോലത്തെ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു മൈൻഡ് സെറ്റ് വരും അല്ലേ? തീർച്ചയായിട്ടും. ഒരു മസാല ദോശ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യം വലിയ ദോശയാണ്. നമ്മളുടെ സാധാരണ രീതിയിലുള്ള പാനിൽ ഒരിക്കലും മസാല ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. ലുക്ക് ലൈക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് പൊതുവേ നമ്മൾ വലിയ മസാല ദോശകളെ കണ്ടു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. കാണുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ മസാല ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഈ ഉണ്ണിയപ്പ പാത്രത്തിന്റെ കേസ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും നിവേദ്യം കൊടുക്കുന്ന സമയത്ത്, ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. സ്പെഷ്യലായിട്ട് നമ്മൾ നോൺ വെജ് ഒന്നും തൊടാണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇഡ്ലി റാക്ക് നിങ്ങൾക്ക് 8 ക്യാവിറ്റിയാണ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് അതിലും ഉപയോഗിക്കാം. അപ്പോൾ 3 പ്രോഡക്റ്റുകൾ വെറും 1499 രൂപ. തീർച്ചയായിട്ടും. ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. വലിയ വലിയ ദോശകൾ നമുക്ക് മസാല ദോശ മാത്രമല്ല പൊടി ദോശ ആയിരുന്നായിട്ട് എന്ത് ദോശകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പ പാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം മാത്രമല്ല ഇതുപോലെ നമുക്ക് എന്താ പറയുക പണിയാരം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. 3 ലെയറിന് നല്ല നോൺ സ്റ്റിക്ക് നിങ്ങൾക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. കോട്ടിംഗ് ഉള്ളത് കൊണ്ട് നല്ല ഇതുപോലെ എന്താ പറയുക ഈസി ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നു. വലിയ ദോശ തവ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കിടയിൽ നമുക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നാത്തോൾ മലയാളത്തിലൂടെ. ബിഗ് ദോശ പാൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പ ചട്ടി അല്ലെങ്കിൽ ഉണ്ണിയപ്പ പാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു. വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡോട് കൂടി 12 ക്യാവിറ്റിയാണ്, 12 കുഴികളാണ്. 8 കുഴികളുള്ള അല്ലെങ്കിൽ 8 ക്യാവിറ്റി ഉള്ള ഇഡ്ലി സ്റ്റാൻഡ്. അതാണ് നമുക്ക് എല്ലാം കൂടി ചേർത്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് വലിയ കല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ വലിയ ദോശകളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ വലിയ ദോശ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല എന്താ പറയാ വലിയ സൈസിൽ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സോസും ഇതുപോലെ എന്താ പറയാ എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചീസ് ഒക്കെ ഇട്ടിട്ട് ചീസ് ദോശയാണ് മീറ്റ് കണ്ടില്ല. ചീസ് ദോശ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബട്ടർ ദോശ ആയിക്കോട്ടെ, ഗീ ദോശ ആയിക്കോട്ടെ, എണ്ണ ദോശ ആയിക്കോട്ടെ, നല്ലെണ്ണ ദോശ ആയിക്കോട്ടെ, എന്ത് ദോശ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും എന്താണ് വീട്ടിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കണം, അതിനും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സാധാരണ ഒരേ ഒരു ചെറിയൊരു പാനിൽ ഒരു ദോശയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരേ ഒരു ഊത്താപ്പം. പക്ഷെ ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ സെയിം സൈസ് ആണ്, പക്ഷെ 4 എണ്ണമാണ് നിങ്ങൾക്ക് ഇവിടെ കാത്തിരിക്കുന്നത്. നല്ല വലിയ സൈസാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതുപോലെ വലിയ വലിയ സൈസിലുള്ള ദോശകൾ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ സാധിക്കുന്നു. നോൺ സ്റ്റിക്ക് ആണ്, അത് മാത്രമല്ല നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ബേക്ക് ലൈറ്റ് ഹാൻഡിലാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പ പാത്രം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ നമുക്ക് ഇവിടെ സംഭവം ഉള്ളതുകൊണ്ട് കൈ പൊള്ളുന്നുള്ള പേടി വേണ്ട, ഹേർട്ട് ആവില്ലേ. അപ്പൊ നന്നായിട്ട് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. 12 ക്യാവിറ്റീസ് ആണ്, നന്നായിട്ട് സ്പഞ്ച് പോലത്തെ നമുക്ക് ഇതാണ്. നമുക്ക് ഇതിൽ സ്പാച്ചിലൊന്നും ഇല്ല തിരിച്ചിടാനായിട്ട്. ഇവിടെ നന്നായിട്ട് നമുക്ക് ബേക്ക് ലൈറ്റ് ഹാൻഡിലുണ്ട്. മാത്രമല്ല നോൺ സ്റ്റിക്ക് ആണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ പ്രൂവ് ചെയ്യും റജുണെ? തീർച്ചയായും അതിൽ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണ്. ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഇത് വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലെ ഇവിടെ എന്താണ് മീത്തു എന്ന് പറഞ്ഞോളൂ. ഇഡ്ഡലിയാണ് റജുണെ. ഇത് കണ്ടാ മനസ്സിലാവില്ലേ, ഇത് ഇഡ്ഡലി അല്ലേ? പറഞ്ഞോ ഇഡ്ഡലിയാണ്. കൈ കൊള്ളരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഊതി എടുക്കുന്നത്. എന്റെ കൂടെ ഉള്ള സാധനങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് ഇതുപോലെയാണ്. കാരണം ഇതുപോലെ കൈ പൊള്ളുന്ന വെച്ചിരിക്കും, ആ പൊള്ളട്ടെ വെച്ചിട്ട് ഇരിക്കരുത് മീത്ത്, അത് വളരെ തെറ്റാണ്. തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇഡ്ഡലി നോക്കി ഒന്നും ഇല്ലാതെ നിന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലത് വിശപ്പാന്നതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഉച്ചയ്ക്കായിരുന്നാലും കാലത്തായിരുന്നാലും അതാണ്. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തിന്നാൻ സാധിക്കും. പിന്നല്ലാണ്ട് 13 മിനിറ്റുകൾ 13 മിനിറ്റുകൾ മാത്രം ബാലൻസ് ഉള്ള ഈ ഒരു സമയത്ത് എന്താണ് എനിക്കൊന്നും പറയാനില്ല. മീത്തു എന്താണ് പറയാനുള്ളത്? ഇഡ്ഡലി കഴിക്കണം, വേണ്ട സാമ്പാറിനോടൊപ്പം നമ്മുടെ പാത്രത്തിൽ തന്നെ മേടിച്ച് സാമ്പാർ ഉണ്ടാക്കണേ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ടോ പാത്രം സാമ്പാർ ഉണ്ടാക്കാൻ? നമുക്ക് നേരത്തെ മേടിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിലുണ്ടാക്കാലോ. അപ്പൊ ഇല്ലാത്തവർക്ക് ഇനി വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ഉള്ളതും വെച്ച് നമുക്ക് എന്താ പറയാ, ഓണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയാണ്. ഉള്ളതും കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതുപോലെ ദോശ വലിയ ദോശക്കല്ലിൽ പത്തിരി ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് വലിയ പേപ്പർ ദോശ പോലെ ഉണ്ടാക്കാം. ഇതിനപ്പുറം എന്തോ 1499. ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ ഉരുകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് പിടിക്കില്ല. അതാണ് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണല്ലോ. അത് 3 ലെയർ ആണ് മീത്ത്. 3 ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, നല്ല ഏകദേശം ക്വാളിറ്റി വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കാത്ത മെറ്റീരിയൽ ആണ്. ഇതുപോലെ നമ്മൾ ഷുഗർ ഒക്കെ ഇട്ട് സാധാരണ ഒരു നോൺ സ്റ്റിക്കിൽ ഇതുപോലെ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ നമ്മൾ തലകുത്തി നിന്നാലും നടക്കും. ഭയങ്കര കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല സ്റ്റിക്ക് ചെയ്ത് അങ്ങ് പിടിച്ചു. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. എന്ത് ക്വരീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഷോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അതാണ് മീത്ത്. ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല 3 ലെയറിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോട്ടിംഗ് ആണ്, നോൺ സ്റ്റിക് കോട്ടിംഗ് ആണ് വന്നേക്കുന്നത്. ഇതുപോലെ നല്ല വലിയ ദോശകൾ, മസാല ദോശ മാത്രമല്ല എന്തോ അതന്നെ മസാല ദോശയാണ് മീത്ത്. എന്താണ് ദോശകൾ വെറൈറ്റി? മസാല ദോശ, അതുപോലെ തന്നെ ഗീ റോസ്റ്റ്, അതുപോലെ തന്നെ നല്ലെണ്ണ ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അത് തണുപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഊത്തപ്പം ഉണ്ടാക്കാം, തക്കാളി ദോശ ഉണ്ടാക്കാം, അതുപോലെ തന്നെ പൊടി ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മൈസൂർ ദോശയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് പുറത്തൊക്കെ പോയിട്ട്. നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് 12 നിമിഷങ്ങൾ മാത്രം ബാലൻസ് ഉണ്ട് റജി. തീർച്ചയായിട്ടും ഇത് ഇപ്പൊ 11 മിനിറ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എറണാകുളം ആയിക്കോട്ടെ, തൃശ്ശൂർ, കോഴിക്കോട്, പയ്യന്നൂരായിരുന്നാലും ശരി, പുനലൂരായിരുന്നാലും, കാക്കനാടായിരുന്നാലും ശരി, ട്രിവാൻഡ്രം ആയിരുന്നാലും ശരി, തലശ്ശേരി ആയിരുന്നാലും ശരി. പുനലൂർ മാത്രമല്ല, ഇപ്പോൾ ഒല്ലൂരുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ട്രിവാൻഡ്രംകാർ കാണുവാണെങ്കിലും, മേനാത്തുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, ചാലക്കുടിക്കാർ, ചാവക്കാടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, തൃശ്ശൂരുകാർ, അങ്കമാലിക്കാർ, കാക്കനാടുകാരായിരുന്നാലും ശരി, ഏത് ജില്ലയും സ്ഥലമായിരുന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ആലോചിക്കേണ്ട 1495 രൂപയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ നോൺ സ്റ്റിക്കിന്റെ ദോശ തവ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 12 ക്യാവിറ്റിയുടെ ഏറ്റവും മനോഹരമായിട്ട് ഉണ്ണിയപ്പ പാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡാണ്. നല്ല ബേക്ക് ലൈറ്റ് ഹാൻഡിലുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ള 8 ക്യാവിറ്റിയുടെ ഇഡ്ഡലി റാക്കുകളാണ്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഈ ഒരു 3 പ്രൊഡക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഹ്യൂജ് കോംബോ വരും 1499 രൂപ മാത്രമാണ്. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാ ജില്ലക്കാർക്കും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. എരുമേലിക്കാർ, പുനലൂരുകാർ, അയ്യൂരുകാർ, അടൂരുകാർ, നിയമക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഫോൺ എടുക്കുക, താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, ഓർഡർ പ്ലേസ്. തീർച്ചയായും അപ്പോൾ ഏത് ജില്ലക്കാർക്കും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വലിയ ദോശ തവയാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഹോട്ടൽ സ്റ്റൈലിൽ നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ സമയം 10 മിനിറ്റ് മാത്രം. തീർച്ചയായിട്ടും 1499 രൂപയ്ക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദോശ പാനാണ്, അല്ലെങ്കിൽ ദോശ തവയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 2 സൈഡിലും ബേക്ക് ലൈറ്റ് ഹാൻഡിലുണ്ട്. കൈ പൊള്ളൂന്നുള്ള പേടി വേണ്ട, ഹോട്ടലിന് അടിപൊളിയായിട്ട് പറ്റുന്നതാണ്. 12 ക്യാവിറ്റിയുടെ ഉണ്ണിയപ്പ ചട്ടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡോട് കൂടി 8 ക്യാവിറ്റിയുടെ ഇഡ്ഡലി റാക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പൊളിയാണ് മീത്തു, പൊളി. ഇതുപോലെ നമുക്ക് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തെളിച്ച് നല്ല ദോശ വലിയ ദോശകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ സാധാരണ നല്ലോണം ഉണ്ടാക്കാം. ദോശ വരാത്തതിന് നമ്മൾ കല്ലിന് കുറ്റം പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല. കാരണം നിങ്ങളുടെ മാവ്
മാവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് വീട്ടിലായിരുന്നാൽ പോലും എന്തൊക്കെയാണ് മീത്തു പറയുന്നത്? നമ്മുടെ പ്രൊഡ്യൂസർ വരെ നമ്മുടെ വീട്ടില് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ ആ മണത്തിൽ നമ്മൾ വരും. മണത്തിന്റെ കാര്യം നമ്മൾ പ്രോമിസ് തരില്ല, കാരണം നമ്മുടെ റെസിപ്പിയാണ് ആ മണത്തെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മാവ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ കാര്യം. കാരണം നമ്മുടെ ദോശക്കല്ലിൽ മണം വരുന്നതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ദോശക്കല്ലിൽ മണം വരില്ല, റെസിപ്പി നല്ലതാണ്, മണം തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്. അപ്പൊ റെസിപ്പിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പാത്രത്തിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ഒരേ ഒരു പൊറോട്ട ഇതുപോലെ ഒരേ ഒരെണ്ണത്തിലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു പൊറോട്ടയുടെ സൈസാണ്, പക്ഷെ ഇവിടെ 4 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡാൻസ് കളിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഓയിൽ ഫ്രീ ആയതുകൊണ്ടാണ്, വലുതാണ്, നല്ല ബേക്ക് ലൈറ്റ് ഹാൻഡിൽ ഉണ്ട്. ഇത് മാത്രമല്ല, അടുത്തത് എന്താണ്? അടുത്ത നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പ പാത്രമാണ്. നമുക്ക് ഇതുപോലെ തന്നെ കൈ ഒന്നും പൊള്ളി പോലെ, ഇവിടെ കൈ ഒന്നും പൊള്ളൂ എന്നുള്ള പേടി വേണ്ട. നന്നായിട്ട് നമുക്ക് സ്റ്റിക്ക് ഒന്നും തരുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനൊന്നും വശമില്ല. അപ്പൊ നന്നായിട്ടൊരു ബേക്ക് ലൈറ്റ് ഹാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ പിടിക്കാവേ. അതിനുശേഷം നമുക്ക് നോൺ സ്റ്റിക്ക് തെളിയിക്കേണ്ട കാണിച്ചു കൊടുക്കും. ഇത് എവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന്. തീർച്ചയായിട്ടും ഒന്നും നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇഡ്ലി റാക്കാണ് കുറിച്ച് പറഞ്ഞോളൂ. ഇപ്പൊ പറയാം, നന്നായിട്ട് ഊതിയിട്ട് ആ ഇഡ്ലി അങ്ങോട്ട് എടുത്ത് ചൂടോട് കൂടിയിട്ടുള്ള ഇഡ്ലി ഞാൻ ഇപ്പൊ മറന്നു പോയിട്ടില്ല. റെജുവിനെ കണ്ണുമ്പോ തന്നെ എന്ത് നല്ല ആവി പറക്കെ നല്ല എന്താ പറയാ, നമുക്ക് ഇഡ്ഡലിയൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒടുക്കത്തെ ടേസ്റ്റ് ആണ് മക്കളെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു ഇഡ്ഡലിയോ ദോശയോ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അടിപൊളി ടേസ്റ്റും അടിപൊളി ലുക്കും അടാറ് ഗിഫ്റ്റിംഗ് മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് പറവൂരുകാർക്ക് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം. എരുമേലിക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിളിക്കാൻ ഓർഡർ പ്ലേസ് ചെയ്യാം. തലശ്ശേരിക്കാര്, മരാടുകാര്, അതുപോലെ തന്നെ തിരുവല്ലക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചങ്ങനാശ്ശേരിക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, തിരുമേടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ ചാലക്കുടി, അത് മാത്രമല്ല എറണാകുളം തിരൂരുകാർ കാണുവാണെങ്കിൽ വിളിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോഡ്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവേണ്ട ഒരു കോമ്പോഡ്. നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിമാർക്ക് കൊടുക്കാൻ പറ്റിയ കോമ്പോഡ്, ഇല്ല മുത്തശ്ശിമാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരുമക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ കോമ്പോ ആണ് അല്ലേ? പിന്നെ അല്ലാണ്ട് വേഗം തന്നെ അങ്ങോട്ട് വിളിക്കാം, ഓർഡർ പ്ലേസ് ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ ഇൻലോസിനൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് പേരും പെരുമയും എടുക്കണം എന്ന് ആഗ്രഹമുള്ള മരുമക്കളാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ എന്നെ പോലുള്ളവരാണെങ്കിൽ വേഗം തന്നെ വിളിക്കാം, ഓർഡർ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണ്. പക്ഷേ മീത്തോ മാർക്കറ്റിൽ എന്താണ് വലിയ പാൻ 1275 രൂപ, ഉണ്ണിയപ്പ പാത്രത്തിന് 690 രൂപ, ടോട്ടൽ 1974 രൂപയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളത് കൊടുക്കേണ്ട കാര്യമില്ല. നാപ്തോൾ മലയാളത്തിൽ 57% ഡിസ്കൗണ്ടിൽ 1499 രൂപയ്ക്ക്. എന്താണ് ഇത് ഏറ്റവും നല്ലൊരു കാര്യം? ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഒട്ടിച്ച് കാണിക്കുന്നത് ഇതിൽ ഒട്ടുന്നില്ല. ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക ക്വാളിറ്റിയാണ്. അതിനോടൊപ്പം ചീസൊക്കെ നമ്മൾ എന്തിനാണ് മീറ്റ് ഒട്ടിച്ച് കാണിക്കുന്നത്? കാരണം നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാണ്. എന്തിട്ട് കഴിഞ്ഞാലും അതിൽ ഒട്ടിപ്പിടിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു, അതായത് നമുക്ക് വിഷ്വലി എങ്ങനെയൊക്കെ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാമോ അത്തരത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കും. തീർച്ചയായും നിങ്ങൾ ആലോചിക്കരുത്, നമ്മൾ ചുമ്മാ പറയുന്നതാണോ എന്ന് നിങ്ങൾ ആലോചിക്കരുത്. പക്ഷേ നിങ്ങൾ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വലിയ ഓംലേറ്റ് ആണ് ഇത്. ഒരു ഡൗട്ട് ഉണ്ട് ഇത്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഒരു കടയിൽ പോയ ഉമാരൊക്കെ ഇതൊക്കെ കാണിച്ചു തരും? ഒരിക്കലും കാണിക്കാനായിട്ടില്ല കേട്ടോ. ആരോടെങ്കിലും കാണിച്ചു തരാൻ പറഞ്ഞാൽ വേണമെങ്കിൽ മേടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മളത് അറിയാം. പക്ഷേ നമ്മള് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ടും ഡെപ്തിലും കാണിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു? ക്വാളിറ്റി, ആ ഒരു വിശ്വാസം, അതാണ് മീത്തൊരു വല്ലാത്ത വിശ്വാസമുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. എല്ലാവർക്കും കൂടി വിശ്വാസമുള്ള പ്രോഡക്റ്റ് ആണ്, കാരണം അത്രയ്ക്ക് വിശ്വാസമുള്ള ക്വാളിറ്റിയും കൂടിയിട്ടാണ്. ആ ഒരു വിശ്വാസം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതാണ് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഡെമോ ചെയ്തിട്ട് കാണിച്ചു. അതാണ് മീത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഒരു കാര്യമില്ല. നമുക്ക് ഇത്രയും ഞങ്ങൾ ഡെമോസ് നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയ്ക്കും വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു ദോശ തവ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാല ദോശ ആയിക്കോട്ടെ, ഇല്ല നമുക്ക് പൊടി ദോശ, മസാല ദോശ ആയിക്കോട്ടെ, പൊടി ആയിക്കോട്ടെ, ഇല്ല നമ്മൾ തക്കാളി ദോശ ആയിക്കണം, മീത്ത് പറയുന്ന പോലെ നല്ലെണ്ണ, വിളക്കെണ്ണ, എന്ത് ദോശയായിരുന്നാലും ശരി, തേങ്ങെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് എണ്ണ കോരി ഒഴിച്ചാലും ഞങ്ങളൊന്നും പറയില്ല. പക്ഷേ ഇതിനകത്ത് എണ്ണ വേണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷേ സമയം 6 മിനിറ്റ്സ് മാത്രം. തീർച്ചയായിട്ടും 6 മിനിറ്റുകൾ, 6 മിനിറ്റ്സ് 6 മിനിറ്റുകൾക്കുള്ളിൽ ആരൊക്കെ വിളിക്കാമെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം ഐഡിയയിൽ ഒരുപാട് പേര് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഞാൻ ആവശ്യപ്പെട്ട 14 ജില്ലക്കാർക്ക് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാ ജില്ലക്കാർക്കും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം. ജില്ലാ ബേസ് ഒന്നും അല്ലെങ്കിൽ കൂടി എന്ത് സ്ഥലക്കാർക്കും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ വിളിക്കും, ഏത് തരത്തിൽ വിളിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേക സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. താഴെ കാണുന്ന നമ്പറില്ലേ, ആ നമ്പറിലോട്ട് കോൾ ചെയ്യാൻ ശേഷം ആ പ്രോഡക്റ്റ് കോഡ് മാത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ റൈറ്റ് ടൈമിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് കോഡിന്റെ ആവശ്യമില്ല. വേഗം തന്നെ വിളിക്കുക. ഇപ്പോൾ തന്നെ ഓർഡർ നിങ്ങളുടെ
പ്ലേസ് ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ദോശ, കുട്ടികൾക്ക് പിസ്സ ദോശ ഇഷ്ടമാണ്, ഇതുപോലെ നമുക്ക് ചീസ് ദോശയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോൾ കണ്ടാലും കുറേ എണ്ണ കോരി ഒഴിക്കും. പക്ഷേ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണോ, ഓയിൽ ലെസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കണോ, ഈ ഒരു പ്രോഡക്റ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഉണ്ണിയപ്പം മാത്രമല്ല, ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പോലെ എഗ്ഗിലായിരുന്നാലും ശരി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു. അറ്റ് എ ടൈമിൽ 8 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ഇഡ്ഡലി റാക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 5 മിനിറ്റുകൾ മാത്രം ബാലൻസ് നിൽക്കവേ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ചേച്ചിമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. വീട്ടിലത്തേക്ക് നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. ചേട്ടന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ അമ്മയ്ക്ക്, സഹോദരിമാർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സഹായകമായിട്ട് ഹോൾ കോമ്പോയാണ്. എല്ലാവരെയും ഹാപ്പി ആവുന്നുള്ള കാര്യത്തിൽ ഡൗട്ട് തീർച്ചയായിട്ടും ഡൗട്ടേ ഇല്ല. കാരണം അത്രയ്ക്ക് ഹാപ്പി ആക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം നമ്മുടെ വീട്ടിൽ വലിയ ദോശ തവ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീട്ടിൽ 2 കുട്ടികളുണ്ട്, ഒരു കുട്ടിക്ക് നമ്മൾ ദോശ കൊടുത്തിട്ട് ഒരു കുട്ടി ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. ഇങ്ങനെയൊക്കെ വഴക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, വഴക്കടിക്കും. കുടുംബം കലങ്ങാനുള്ള സാധ്യത പോലും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച ആ ഒരു കുടുംബം കലങ്ങാതെ നമുക്ക് നോക്കാം. കലങ്ങാണ്ട് നന്നായിട്ട് തെളിഞ്ഞ പോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദോശകൾ ഉണ്ടാക്കാൻ വലിയ ദോശ. ഇത് എന്ത് ദോശയാണ്? മുട്ട ദോശയാണ്. അതുപോലെ തന്നെ പൊടി ദോശയും നമുക്ക് വരുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളുടെ വീട്ടിൽ തന്നെ. അതാണ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ആരും ആശ്രയിക്കാതെ കടയിൽ പോയി ഹോട്ടലിൽ വാങ്ങുന്ന ദോശ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എന്നാത്തിനാ നമ്മൾ കടയിൽ പോയിട്ട് അത്രയും കാശ് കൊടുത്തിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ അറ്റ് ടൈമിൽ 2 ദോശ വലിയ ദോശ ഉണ്ടാക്കി കൊടുക്കാം. കുഞ്ഞു ദോശകളാണെങ്കിൽ 4 ദോശ ഉണ്ടാക്കി കൊടുക്കാം. 2 ഓരോരാൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. വെറും 1490 തീർച്ചയായിട്ടും വലിയ ദോശ പാനാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ടോട്ടൽ കോമ്പോയ്ക്ക് 1499 രൂപ മാത്രമാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഈടാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് ദോശ തവയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വലുതാണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്പാച്ചുലയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ണിയപ്പ പാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. 12 ക്യാവിറ്റിയുടെ വിത്ത് ലിഡോട് കൂടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡാണ്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 8 ക്യാവിറ്റിയുള്ള ഇഡ്ലി സ്റ്റാൻഡ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇഡ്ലി സ്റ്റാൻഡ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ വലിയ ദോശകൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പാത്രം നമുക്ക് ഇതുപോലെ ഉത്തമമായിട്ട് യൂസ് ചെയ്യാം. വലിയ ഉത്തമമായിട്ട് നിങ്ങൾക്കായി നമ്മൾ കാണിച്ചു തരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരെണ്ണം കാണിക്കുന്നുണ്ട്. പക്ഷേ 2 ഉത്തമമായിട്ട് ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ബട്ടർ ഇട്ടിട്ട് എല്ലാ കാര്യങ്ങളിലിട്ട് ബട്ടർ മെൽറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതുപോലെ നല്ല ദോശകളൊക്കെ നമുക്ക് ഉണ്ടാക്കി നല്ല ചൂടോടെ കൊടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി, ഒരേ ഒരു പാൻ ആട്ടോ. സാധാരണ നമ്മുടെ വീട്ടിലുള്ള പാനും ഇവിടെ ഉള്ള നമുക്ക് ദോശയും സെയിം സൈസാണ്. പക്ഷേ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ അറ്റ് എ ടൈമിൽ 4 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ബേക്ക് ലൈറ്റ് ഹാൻഡിലാണ്, നോൺ സ്റ്റിക്ക് ആണ്. നമുക്ക് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഓയിൽ ലെസ് ആയിട്ട് കുടിക്കാൻ. അടുത്ത ഉണ്ണിയപ്പ പ്രേമികൾക്ക് വേണ്ടി ഞാൻ ഉണ്ണിയപ്പ പാത്രമാണ് പരിചയപ്പെടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല ക്വാളിറ്റിയാണ്. മാത്രമല്ല നന്നായിട്ട് ഉണ്ണിയപ്പവും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതെന്താണ് പനിയാരമാണ്, ഒരു യെല്ലോ പനിയാരമാണ്. അത് ബേക്ക് ലൈറ്റ് ഹാൻഡിലുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഞാൻ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് പോർ ചെയ്ത് കാണിച്ചു തരാവേ. ആഹാ, ഒന്നും പോലും ആയിട്ടില്ല. അത്രയും ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയോന്ന് പോലും അറിയത്തില്ല. നന്നായിട്ട്. പക്ഷെ നിങ്ങൾ വാഷ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നല്ല റാഗി ദോശ ഉണ്ടാക്കാം. ഇത് പറഞ്ഞോളൂ. റാഗി ദോശയല്ല, റാഗി ദോശ നമുക്ക് അവിടെ ഉണ്ടാക്കാം, ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അതാണ്, ദോശ മാത്രമല്ല ഇഡ്ഡലിയും ഇവിടെ റെഡിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദോശ ഒരേ പ്രോഡക്റ്റിൽ നമുക്ക് ദോശകളും കാണിക്കാം, ഇഡ്ഡലികളും കാണിക്കാം, ഉണ്ണിയപ്പവും കാണിക്കാം. എന്ത് വേണം, പണിയാരോ നമുക്ക് കാണിക്കാം, നമുക്ക് കാണിക്കാം, എന്ത് വേണോ കാണിക്കാം, നോൺ വെജ് എന്ത് വേണോ കാണിക്കാം, എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ. നിങ്ങൾ തന്നെ കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 മിനിറ്റുകൾ മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലേ കാണിക്കാനുള്ള പാടൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചത് യൂസ് ചെയ്യാണ്ട് എടുത്ത് വെക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണോ ഇല്ല നമുക്ക് മീത്തുവിനെ പോലെ ഇതുപോലെ ഷെൽഫിനകത്ത് വെക്കണോ, യൂസ് ചെയ്യാണ്ട് ചുമ്മാ വാങ്ങിച്ചു കൂട്ടണോ, എന്തായിരുന്നാലും നിങ്ങളുടെ തീരുമാനം. ഗിഫ്റ്റ് കൊടുക്കാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. ഒരു കല്യാണത്തിന് പാല് കാച്ചലിന് പോകുന്ന സമയത്ത്, ചുമ്മാ പോകുന്ന സമയത്ത് പോലും ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം, സ്വന്തക്കാർക്ക് കൊടുക്കണം, കൊടുക്കാമല്ലോ. രജുണ ലാസ്റ്റ് 1 മിനിറ്റ് മാത്രം ബാലൻസ് നിൽക്കവേ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഏറ്റവും മനോഹരമായിട്ടുള്ള ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. തലശ്ശേരിക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കരിമംകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുനലൂരുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ അയിരൂപ്പാറക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൂന്നാനക്കുഴിക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വട്ടപ്പാറക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, തലശ്ശേരിക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്വാളിറ്റി ടെസ്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു. ഈ ഒരു ക്വാളിറ്റി എത്രത്തോളം നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക് വിശ്വാസമായി എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുക്കുക, താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മാത്രം പോരാല്ലോ, 3 ലെയറാണ് നമ്മൾ ഒട്ടിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ പ്രോഡക്റ്റ് കോഡ് 1306 എന്നുള്ളത് നോട്ട് ചെയ്യുക. ഒരു പക്ഷേ പേര് പറയാൻ അറിഞ്ഞില്ലെങ്കിൽ 1306 എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കാശ് കൊടുത്താൽ മതി. സമയം 1 മിനിറ്റിലും താഴെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, കോഴിക്കോട്, പാലക്കാട്, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കോട്ടയം, ഏത് ജില്ലയായിരുന്നാലും ഈ ഒരു ഷോ കഴിഞ്ഞാൽ പോലും വിളിക്കാം, ഓർഡർ പ്ലേസ് ചെയ്യാം. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്കമാലി, പുനലൂർ, ആയൂർ, ഏനാത്ത്, ചങ്ങനാശ്ശേരി, പീരുമേട് എല്ലാവർക്കും വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. തലശ്ശേരിക്കാർക്ക് ഒരുപാട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചില്ലെങ്കിൽ
വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. ഈ ഒരു റൈറ്റ് ടൈമിൽ, ഈ ഒരു റൈറ്റ് പീരീഡിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോശ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോട്ടൽസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വലിയ ദോശയൊക്കെ മേടിക്കാറില്ലേ, മസാല ദോശ മേടിക്കാറില്ലേ, അതുപോലെ തന്നെ ഊത്തപ്പം നമ്മൾ മേടിക്കാറില്ലേ, ചീസ് ദോശ നമ്മൾ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉണ്ണിയപ്പം പാത്രവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച സമയങ്ങളുടെ കാര്യത്തിൽ ഷോ ആൻഡ് ചെയ്ത് ഞാൻ തുടർന്ന് കോൾ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എൻറ്റിയർ കോംബോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ആലോചിക്കുന്നത് സോ കോൾ ഫോർ ഇറ്റ് റൈറ്റ് നൗ. വാച്ചിങ് മലയാളം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.